everyone, welcome to Lance Tuitions. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 എക്സാമിനേഷന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. എന്താണ് ഡെബിറ്റ് നോട്ട്, അതേപോലെ എന്താണ് ക്രെഡിറ്റ് നോട്ട്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഡെബിറ്റ് നോട്ട്. എന്താണ് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണെന്ത് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ കണ്ടെയ്ൻ, ഡെബിറ്റ് നോട്ടിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും: ദ നെയിം ഓഫ് ദ പാർട്ടി, ഡീറ്റെയിൽസ് ഓഫ് ദ ഗുഡ്സ് റിട്ടേൺഡ് ആൻഡ് ദ റീസൺ ഫോർ റിട്ടേണിങ് ദ ഗുഡ്സ്. നമ്മൾ ആർക്കാണോ ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുള്ളത് നമ്മുടെ സപ്ലയറിൻ്റെ പേരുണ്ടാവും, അവരുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് അവിടെ ഉണ്ടാവും, റീസൺ ഫോർ റിട്ടേൺ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗുഡ്സ് അവർക്ക് റിട്ടേൺ കൊടുത്തത്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡെബിറ്റ് നോട്ടിനകത്ത് ഉണ്ടാവും. സോ നമ്മൾ ആ പാർട്ടിയെ ഡെബിറ്റ് ആണ് ചെയ്യുക, അല്ലേ, ഡെബിറ്റ് ചെയ്യുന്നു, റിട്ടേൺ അടിക്കുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അത് അവരെ ഇൻഫോം ചെയ്യുന്ന നോട്ട് കൂടിയാണെന്ത് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ. സോ ഒരിക്കലും മാറിപ്പോരുത്. പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണെന്ത് പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ പർച്ചേസ് നമ്മൾ എപ്പോഴും ഡെബിറ്റ് ആണ് ചെയ്യാറുള്ളത്, അല്ലേ. പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് ആണ്, ഒരു എക്സ്പെൻസ് ആണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാം, പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ഡെബിറ്റ് നോട്ടാണെന്നുള്ള കാര്യം. ഓക്കെ, ഇത് മാറിപ്പോകരുത്. ഡെബിറ്റ് നോട്ട് ഈസ് ദ സോഴ്സ് ഡോക്യുമെൻ്റ് ഫോർ പർച്ചേസ് റിട്ടേൺ ബുക്ക്. അത് എന്തെല്ലാമാണ് അതിനകത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെബിറ്റ് നോട്ട് എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും വരാറുണ്ട് പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ഡെബിറ്റ് നോട്ട് ആണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ക്രെഡിറ്റ് നോട്ട്? എന്താണ് മക്കളെ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ? സോ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ കസ്റ്റമർ, എ ക്രെഡിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ്. ഇവിടെ ഇത് സോഴ്സ് ഡോക്യുമെൻ്റ് തന്നെയാണ്. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ കസ്റ്റമർ, ദാറ്റ് ഈസ് സെയിൽസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണെന്ത് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ ക്രെഡിറ്റ് നോട്ട് വിൽ കണ്ടെയ്ൻ നെയിം ഓഫ് ദ കസ്റ്റമർ. ആരാണോ, ഏത് കസ്റ്റമർ ആണോ നമുക്ക് ഗുഡ്സ് തിരിച്ചു തന്നിട്ടുള്ളത് അയാളുടെ പേര്, വിവരങ്ങൾ ഉണ്ടാവും. ഡീറ്റെയിൽസ് ഓഫ് ദ ഗുഡ്സ് റിസീവ്ഡ് ആൻഡ് ആ ഗുഡ്സ് റിസീവ് ചെയ്ത ഗുഡ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തുണ്ടാവും ഇതിനകത്ത് ഉണ്ടാവും, അല്ലേ. ആ റീസണും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾ ഈ ക്രെഡിറ്റ് നോട്ടിനകത്ത് ഉണ്ടാവും. സോ ഇത് എന്തിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. സോഴ്സ് ഡോക്യുമെൻ്റ് ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ സെയിൽസ് റിട്ടേൺ ബുക്ക്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും, അല്ലേ. സെയിൽസ് നമ്മൾ എപ്പോഴും ക്രെഡിറ്റ് ആണ് ചെയ്യാറുള്ളത്, കാരണം സെയിൽസ് ഒരു ഇൻകം ആണ്, ഓൾവേസ് ക്രെഡിറ്റഡ്. അതുകൊണ്ട് സെയിൽസ് റിട്ടേണിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ക്രെഡിറ്റ് നോട്ടാണെന്ന് ഓർത്ത് വെക്കുക. അത് ഓർക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഓക്കെ, സോ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. വേർ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. ഇത് മാറിപ്പോരുത്, രണ്ടും പഠിച്ചു വെക്കുക. നമുക്ക് രണ്ടിലേതെങ്കിലും ഒന്ന് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനകത്തും ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം.